നമ്മുടെ ഈ കൊല്ലംകാർക്ക് ഒരു വലിയ ഭാഗ്യമുണ്ട്. എന്താണോ, പല വെറൈറ്റി മീനുകൾ കിട്ടുന്നൊരു സ്ഥലമാണ് കൊല്ലം. കൊല്ലത്തിന്റെ മീൻ ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പോർട്ടും കപ്പലും ഒക്കെ നമുക്കൊരു ആഡംബരം തന്നെയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കൊല്ലത്തിൻ്റെതായി തോന്നിയിട്ടുള്ളത് നമ്മുടെ വെറൈറ്റി ആയിട്ട് കിട്ടുന്ന മീനുകളും ആ മീൻ കറികളും അത് കഴിക്കുന്ന രീതികളും ഒക്കെയാണ്. ഈ ഞണ്ടൊക്കെ കഴിക്കാൻ അറിയുന്ന ആൾക്കാർ വളരെ ചുരുക്കമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാണാൻ പോകുന്ന സ്ഥലമാണ് വാടി ഹാർബർ. കൊല്ലം ജില്ലയിലെ നീണ്ടകര ഹാർബർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മത്സ്യലഭ്യതയുള്ള ഒരു ഏരിയ ആണ് വാടിയിൽ. അപ്പൊ ഇത് കണ്ടോ, ഫ്രഷ് മീനാണ് ഈ വലയിൽ കുരുങ്ങി കിടക്കുന്നത്. ഇത് വള്ളമാണ് കേട്ടോ. നമുക്ക് ബോട്ടിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ പഴക്കം ചിലപ്പോൾ മത്സ്യങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ വള്ളത്തിൽ വരുന്നതുകൊണ്ട് അന്നന്ന് പിടിക്കുന്ന മീനുകൾ നമുക്ക് കിട്ടും. മീൻ മേടിച്ചു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് കിട്ടുമെന്ന് മാത്രമല്ല, വളരെ നല്ലൊരു ലാഭത്തിൽ നമുക്ക് മീൻ മേടിക്കാനായിട്ട് പറ്റും. ഇവിടെ ദേ ഒരു ചേച്ചി ബക്കറ്റുമായിട്ട് പോകുന്നത് കണ്ടോ. അപ്പൊ ഈ ചേച്ചി ഈ വള്ളങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പരിചയക്കാരൊക്കെ മീനുകൾ കൊടുക്കും. അപ്പൊ ഇവര് അത് വിറ്റിട്ടാണ് അവർക്കുള്ള ചെലവുകൾ ഓരോ ദിവസത്തെയും നടത്തുന്നത്. ഇവിടെ കണ്ടോ, വലയിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള മീൻ എടുക്കുന്ന കുറേ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ എടുത്ത മീനുകൾ ഇങ്ങനെ കൊട്ടയിലാക്കി കൊണ്ടുപോകും. അത് ലേലത്തിന് വെക്കുകയാണ് ചെയ്യുന്നത്. മത്സ്യബന്ധനവും അതിനോടനുബന്ധിച്ച മറ്റു പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ അതൊക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് കൊല്ലം ജില്ലയിൽ ഉപജീവനം നടത്തുന്നത്. ബൾക്കായിട്ട് വാങ്ങിക്കാൻ മാത്രമല്ല കേട്ടോ, ചെറുകിട രീതിയിലുള്ള വ്യാപാരങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. കുറച്ച് മീൻ മാത്രം ആവശ്യമുള്ളവർക്ക് അങ്ങനെയും വാങ്ങാം. കൂടാതെ കുറേ ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ലേലം പിടിച്ചിട്ട് അത് ഡിവൈഡ് ചെയ്തെടുക്കുന്ന ഒരു രീതി ഇവിടെയുണ്ട്. ഇവിടെ ആൾക്കാർ ഒരുമിച്ച് വാങ്ങിച്ചിട്ട് അത് തൂക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഐസോ കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവരത് ഡിവൈഡ് ചെയ്ത് പല പാത്രങ്ങളിലാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, അവർക്ക് ഡിവൈഡ് ചെയ്തിട്ട് അവർ ഓരോരുത്തരും പാത്രങ്ങൾ കൊണ്ടുവന്ന് അത് കൊണ്ടുപോകും. കൊല്ലം ജില്ലയിൽ ജീവിച്ചെങ്കിലും ഇവിടെ കിട്ടുന്ന മീനുകളുടെ പേരുകളൊന്നും ശരിക്കും എല്ലാ മീനിൻ്റെ ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. നമ്മളിവിടെ വന്ന് കാണേണ്ടുന്ന ഒരു കാഴ്ച തന്നെയാണ് മീൻ കൂട്ടിയിട്ടിരിക്കുന്നതും അതിൻ്റെ രസകരമായ പേരുകളും ഒക്കെ. ദേ ഇവിടെ നോക്കിക്കേ, ഒരു ബോക്സിൽ കുറേ ബോക്സ് കണ്ടോ, ഇതിനകത്തൊക്കെ മീനുകൾ വാങ്ങി വെച്ചിരിക്കുകയാണ്. അത് കൊണ്ടുപോകാനുള്ള വണ്ടികളും വരുന്നതും കാത്ത് അതവിടെ ഇരിക്കുകയാണ്. ഇവിടുത്തെ ബിസിനസ്സുകളും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്.